കുട്ടികളിലേക്ക് പകർന്നു. പുതിയ അധ്യയന വർഷത്തിന്റെ ആവേശവും പ്രതീക്ഷകളുമായി കടന്നുവരുന്ന ജൂൺ മാസത്തിലെ പ്രധാന പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 2026-27 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം പുത്തൻ പ്രതീക്ഷയുടെ തിരിതെളിച്ച് വർണ്ണാഭമായി നടന്നു. ഹരിത കേരളം എന്ന ലക്ഷ്യത്തോടെ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതി ദിനം ആചരിച്ചു. വായനാ ദിനാചരണം വിദ്യാർത്ഥികളിൽ വായനാ സംസ്കാരത്തിനും വിജ്ഞാന അന്വേഷണത്തിനും പൊതുജീവൻ പകർന്നു. വിദ്യാർത്ഥി പങ്കാളിത്തത്തോടെ സെന്റ് ഫ്രൈൻസ് ഹൈസ്കൂളിൽ 1 മില്യൺ തൂഫാൻ ഗോൾ ചലഞ്ചിന് ഉജ്ജ്വല തുടക്കം. ആരോഗ്യകരമായ നാളെയെ ലക്ഷ്യമാക്കി യോഗാദിനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് അന്താരാഷ്ട്ര യോഗാ ദിനവും ആചരിച്ചു. ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സർവം AI മയിൽ എന്ന വിഷയത്തിൽ പൊതുവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാതാപിതാക്കൾക്കും പൊതുജനങ്ങൾക്കും സെൻസസിന്റെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ സഹായകമായ വീഡിയോ ട്യൂട്ടോറിയൽ ലിറ്റിൽ കൈറ്റ്സ് സെന്റ് ഫ്രാൻസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകി. 2026 ജൂൺ 1 സെന്റ് ഫ്രാൻസ് ചർച്ച് പാരിഷ് ഹാളിൽ 2026-27 അധ്യയന വർഷം തുടക്കം കുറിച്ചു. നവാഗതരെ തിരിതെളിച്ച് പ്രതിജ്ഞ ചൊല്ലി എഫ്രൈമിൻ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തു. അധ്യാപകർ നൽകിയ പുസ്തകങ്ങളും പേനയും സ്വീകരിച്ചുകൊണ്ടും കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടും അന്നേ ദിവസം സമാപിച്ചു. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന ദിനമാണ് അവരുടെ സ്കൂൾ ജീവിതം. മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളും ഭാരമേറിയതോടും നമ്മുടെ മുന്നിൽ ഞങ്ങൾ ഗുരുക്കന്മാർ ഓരോരുത്തരും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. അമ്മയിൽ നിന്ന് പഠിക്കാനായി നമ്മുടെ സ്കില്ലുകളെ രൂപപ്പെടുത്താനായി കഴിവുകളെ പ്രവർത്തിക്കാനായി നല്ല വ്യക്തികളായിട്ട് ബഹുമാന്യായ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപിക മിൻസി അബ്രഹാം, പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ അനിൽ CV, ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന പ്രിയപ്പെട്ട ജയ് അറിവിന്റെ വെളിച്ചം തേടിയുള്ള എന്റെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന സന്ദേശവുമായി ജൂൺ 5 പരിസ്ഥിതി ദിനം ആചരിച്ചു. ഫലവൃക്ഷത്തൈകൾ നട്ട് ഹരിത സന്ദേശം കുട്ടികളിലേക്ക് പകർന്നു. തുടർന്ന് വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചുള്ള അറിവും അവബോധവും വർദ്ധിപ്പിക്കുന്നതിനായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കുട്ടികൾ എല്ലാവരും ആവേശത്തോടെ പങ്കെടുക്കുകയും സമ്മാനാർഹരാവുകയും ചെയ്തു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന PN പണിക്കരുടെ വാക്കുകൾ അനർത്ഥമാക്കുന്നതിനായി ജൂൺ 19 വായനാ ദിനമായും തുടർന്ന് വായനാ വാരവും ആചരിച്ചു. വിദ്യാർത്ഥികളിൽ വായനാ സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിനും വിജ്ഞാന ലോകത്തേക്കുള്ള ചുവടുവെപ്പ് ശക്തിപ്പെടുത്തുന്നതിനുമായി വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. സെന്റ് ഫ്രാൻസ് ഹൈസ്കൂളിലെ മലയാള അധ്യാപകൻ ശ്രീ ഫിൽജു സാർ വായനാ ദിനത്തിന്റെ സന്ദേശം കുട്ടികളിലേക്ക് പകർന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥി അബ്രഹാം സുഭാഷ് APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയറിന്റെ നിരൂപണവും സമർപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് പോയം റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. Reading is one of the most valuable habits we can develop. Books are our best friends because they provide knowledge, inspire creativity, and help us understand the world around us. വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. അദ്ദേഹത്തിന്റെ ഹോബി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതചര്യ, ദിനചര്യയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുസ്തകം വായിക്കുക. അദ്ദേഹത്തിന്റെ വീട്ടില് 15,000-ഓളം പുസ്തകങ്ങളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഏതൊക്കെ വിഷയത്തിൽ പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നുണ്ടോ അതെല്ലാം വാങ്ങി
വായിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സുരേന്ദ്രൻ. 2026 നടക്കുന്ന ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 1 മില്യൺ തൂഫാൻ ഗോൾ ചലഞ്ചിൽ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളും പങ്കാളികളായി. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോബി വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെല്ലാവരും ആവേശത്തോടെ ഇതിൽ പങ്കെടുത്തു. ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുകയും കായിക സംസ്കാരം വളർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച റാലിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനായി പൊൻകുന്നത്ത് നടന്ന ഗോൾ ചലഞ്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ശ്രീമതി റോഷന ആലപ്പിന്റെ ഉദ്ഘാടനം ചെയ്തു. പോലീസ് സേനയുടെ ലഹരിവിരുദ്ധ തൂഫാൻ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലെ ഗോൾ ചലഞ്ച് അരങ്ങേറി. തുടർന്ന് മണ്ണംപ്ലാവ്, മണിമല എന്നിവിടങ്ങളിലും ഗോൾ ചലഞ്ച് നടത്തുകയുണ്ടായി. ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ തൂഫാൻ. എനിക്ക് തോന്നുന്നു നമ്മുടെ വരുന്ന തലമുറയെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്നും അത് വലിയൊരു വ്യത്യാസം വരുത്താൻ ഈ ഒരു ഓപ്പറേഷന് സാധിക്കും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്കൂളുകളിലും അധ്യാപകരിലും രക്ഷിതാക്കളിലും കുട്ടികളിലും എല്ലാം ഒരുപോലെ ഒരു അവയർനെസ് സൃഷ്ടിക്കുന്നതിലേക്കാണ് തൂഫാന്റെ ഭാഗമായി ഗോൾ ചലഞ്ച് സ്കൂളുകളിൽ നടത്തപ്പെടുന്നത്. അത് കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ സ്കൂളുകളും നന്നായി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിന്റെ സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങൾ ഓരോരു ഇതിന്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുട്ടികളെ, നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. എല്ലാവരുടെയും സഹകരണം ഈ ഒരു കാര്യത്തിൽ പിന്നീടും തുടർന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവരുടെയും മുന്നോട്ടുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഗോൾ ചലഞ്ചിനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവരും കൈയടിച്ചത് ഒന്ന് പ്രോത്സാഹിപ്പിച്ചോളൂ. അധ്യാപക, അനാധ്യാപകർ, പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, എല്ലാവർക്കും പൊൻകുന്നം പോലീസ് സ്റ്റേഷന്റെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പരിപാടി ഭംഗിയായിട്ട് നടത്തിയതായിട്ട് പ്രഖ്യാപിക്കുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ യോഗാ ദിനം ആചരിച്ചു. വിദ്യാർത്ഥികളിൽ യോഗയോടുള്ള ആഭിമുഖ്യവും നിത്യജീവിതത്തിൽ യോഗ അഭ്യസിക്കേണ്ടതിന്റെ അവബോധവും ശക്തിപ്പെടുത്താൻ യോഗാ ദിനാചരണത്തിന് സാധിച്ചു. 2026 ജൂൺ 27 രക്ഷകർത്തൃ സമ്മേളനത്തിന്റെ തുടർച്ചയായി ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സർവം AI മയം എന്ന വിഷയത്തിൽ AI ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി മാതാപിതാക്കൾക്ക് ലഘുപ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ജിബിൻ സന്തോഷ്, കീർത്തന അരുൺ, ആൻമരിയ ജോൺ, പവിത്ര പ്രസാദ് എന്നിവരാണ് ക്ലാസ് നയിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഭാഗമായ AI-യുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ രക്ഷകർത്താക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ പരിപാടിയിലൂടെ സാധിച്ചു. അതിനകത്ത് നേരത്തെ DEO 3.1 എന്നൊരു ടൂളായിരുന്നു ജെമിനിക്കകത്തുണ്ടായിരുന്നത്. അത് ഒരു ഫോട്ടോ കൊടുത്താൽ വ്യക്തമായ ഉറവിടം വാർത്താ സ്ഥിരീകരണം ഇല്ലാത്തവർ, അതായത് നമ്മൾ ന്യൂസുകളിലോ അങ്ങനെയൊന്നും കേൾക്കാത്ത ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പോസ്റ്റുകൾ ഇങ്ങനെയുള്ളതിനെ കാണുമ്പോൾ നമ്മളൊന്ന് വിശ്വസിക്കാൻ സഹായമായി മാത്രം കാണാതെ നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി മാത്രം കാണുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീഡിയോ ട്യൂട്ടോറിയൽ ശ്രദ്ധേയമായി. വീട്ടിലിരുന്ന് തന്നെ സെൻസസ് പൂർത്തിയാക്കാൻ മാതാപിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഏറെ സഹായകരമായി. ഇതോടെ ചോദ്യങ്ങളിലേക്ക് പോകുക. സെൻസസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൃത്യമായ ഉത്തരം നൽകുക. ഇപ്പൊ ആദ്യം തന്നെ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കാം. വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ്, അത് നിങ്ങളുടെ വീട് ഏതാണോ, നിങ്ങളുടെ വീടും നിങ്ങളുടെ വീടിന്റെ സാഹചര്യവും അല്ലെങ്കിൽ അത് നിങ്ങൾക്കാണ് അറിയാവുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് അവിടെ നിങ്ങൾ കൊടുക്കുക.
അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുക്കാനാണ്. ഇപ്പോ കുടുംബത്തിൽ വാർത്തകൾ അവസാനിക്കുന്നു.